ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുന്നത് ശരിയാണ്. അതിൽ ഒരു ലോജിക്കും ഇല്ല, സയന്റിഫിക് ബേസിസും ഇല്ല. കുഞ്ഞിന് സംസാരിച്ചു തുടങ്ങണമെങ്കിൽ കുഞ്ഞിന്റെ കേൾവി ശരിയായിരിക്കണം. അതിന് നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ് കറക്റ്റായിട്ട് നടത്തിയിട്ടുണ്ടാവണം. സ്പീച്ച് ഡിലേ വരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു പരിധിവരെ എന്തെങ്കിലും ഒരു ഹിയറിംഗ് ഡിഫക്റ്റ് ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ജനിച്ച 1 മാസത്തിനുള്ളിൽ ഹിയറിംഗ് ഡിഫക്റ്റിനുള്ള സ്ക്രീനിങ് നമ്മൾ നടത്തണം. 2 മാസത്തിൽ അവരെ ഇന്റർവെൻഷന് വേണ്ടി പ്ലാൻ ചെയ്യണം. ഓൾമോസ്റ്റ് ഒരു 3 മാസം മുതൽ 6 മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് ഹിയറിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ സ്പീച്ച് ഡിലേ നമുക്ക് ഒഴിവാക്കാം. പലപ്പോഴും അക്വയർഡ് സ്പീച്ച് ഡിലേ എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അതായത് സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് സംസാരിക്കാതെ ആവുകയും അത് കാരണം സ്പീച്ച് ഡിലേ വരികയും ചെയ്യുന്നത്. ഇത് പലപ്പോഴും ഓട്ടിസത്തിൻ്റെയോ അല്ലെങ്കിൽ വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ വന്ന ഏതെങ്കിലും ഇമോഷണൽ സ്ട്രെസ്സോ ഫിസിക്കൽ സ്ട്രെസ്സോ കൊണ്ടുണ്ടാവുന്ന ഡിലേ ആയേക്കാം. അതാണെങ്കിൽ നമ്മളൊരു ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യനെ ഉടനെ തന്നെ കാണിക്കണം കുഞ്ഞിനെ.